சரித்திரத்தை ஒரு நிமிஷம் நாம கத்துக் கொடுத்தது ஒண்ணுதான். நாம வாழணும்னா யார வேணாம் எத்தனை பேரை வேணாம் கொள்ளலாம். Hey friends, thank you for watching this video. Consider subscribing to my channel. ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ നിങ്ങളുടെ ഇമേജ് വെച്ചോ അല്ലെങ്കിൽ ആരുടെങ്കിലും വേറെ ഏതെങ്കിലും ഇമേജ് വെച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഡയലോഗ് പറയാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോക്ക് കണ്ടന്റ് എന്താണോ അത് പറയാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പാട്ടാണെങ്കിൽ പാട്ട് പോലും നമുക്ക് ഇതിലൂടെ നമുക്ക് കറക്റ്റായിട്ട് ലിപ്സിംഗ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ പേര് ഹെഡ്ര എന്ന് പറയുന്ന ഒരു AI ടൂളാണ്. ഇത് പുതിയ ഒരു AI ടൂളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചിലപ്പോൾ ഇനി ഫ്യൂച്ചറിൽ അത് അവർ പെയ്ഡ് വെർഷൻ വെക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ വരുന്നതേ ഉള്ളൂ. ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂവി തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അപ്ഡേഷൻ വരുന്നതായിരിക്കും. അതൊക്കെ ചിലപ്പോൾ പെയ്ഡ് ആയിരിക്കും. എന്നാലും നമുക്കിതിപ്പോൾ തൽക്കാലം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യമായിട്ട് സൈനപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം സൈനപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ മുകളിൽ നമുക്ക് ട്രൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഗൂഗിൾ വഴി തന്നെ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗൂഗിൾ വഴി തന്നെ നമുക്ക് ജസ്റ്റ് സൈനപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ട്രൈ നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ഇവിടെ നിന്ന് ഓക്കെ ഞാൻ കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ എഡിറ്റിംഗ് പേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അതേ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഗൂഗിൾ ID വെച്ച് സൈൻ ഇൻ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. അത് എഗ്രി ചെയ്യുക. അതിനകത്ത് ഏറ്റവും ലാസ്റ്റത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ്രി ചെയ്താൽ മതി. കാരണം അവർ ഒരുപാട് മെസ്സേജ് അയക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും ട്രൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ട്രൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനത്തെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇമേജ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ റാൻഡം ഇമേജ് സെലക്ട് ചെയ്യുവാണ്. അതിനുവേണ്ടി ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റാൻഡം ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് അവരൊരു ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഞാൻ രണ്ട് രീതിയിലാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒന്ന് നമുക്ക് റാൻഡം ആയിട്ടുള്ള ഇമേജ് ജനറേറ്റ് അല്ല പ്രോംപ്റ്റിനനുസരിച്ചുള്ള ഇമേജ് ജനറേറ്റ് ചെയ്യാം. രണ്ടാമത്തെ നമ്മുടേതായിട്ടുള്ള ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഇമേജ് വെച്ച് നിങ്ങൾക്ക് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സെക്കൻഡ് വീണ്ടും അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. റാൻഡം ഇമേജ് ക്ലിക്ക് ചെയ്യാത്ത അടുത്ത ഇമേജ് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഇമേജ് ജസ്റ്റ് സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ സൗണ്ട് നമുക്ക് ഇവിടെ കൊടുക്കണം. അതായത് മെയിൽ ക്യാരക്ടറായിട്ട് മെയിൽ വോയിസ് നോക്കണം. മെയിൽ വോയിസ് നോക്കിയിട്ട് നമ്മൾ നോക്കുക എങ്ങനത്തെ സൗണ്ടാണ് വേണ്ടത്, അത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് ഇവിടെ തന്നെ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു സൗണ്ട് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് പ്ലേ ബട്ടൺ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് കേട്ട് നോക്കുക. കറക്റ്റാണെങ്കിൽ നമുക്ക് ഇവിടെ പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഒന്നില്ലേ പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഡിയോ ഫയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോ ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത് ഓഡിയോ പ്രോംപ്റ്റ്, നമുക്ക് ഓഡിയോയുടെ ഒരു പ്രോംപ്റ്റ് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ അടിച്ചു കൊടുത്ത ശേഷം ഇവിടെ നമുക്ക് ക്രിയേറ്റ് വീഡിയോ എന്നുള്ള ജനറേറ്റ് വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ജനറേറ്റ് വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഏകദേശം 1 മിനിറ്റിനടുത്ത് ടൈം എടുക്കും അത് അപ്ലോഡായിട്ട് വരാൻ വേണ്ടി. അതിനുശേഷം നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം അത് 100% ആകുന്നതായിരിക്കും. 100% ആകുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് വീഡിയോ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡായിട്ട് വരുന്നതായിരിക്കും. അതും ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഫേസ് എക്സ്പ്രഷനൊക്കെ കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. കറക്റ്റായിട്ട് തന്നെ ഫേസ് എക്സ്പ്രഷനൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. അതുപോലെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ഒരു AI ടൂൾ ഞാൻ കണ്ടിട്ടില്ല, കാരണം ലിപ്സിംഗിലൊക്കെ കറക്റ്റായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്ത്, ഇപ്പം ഞാനൊരു ഇമേജ് അപ്ലോഡ് ചെയ്ത് എൻ്റെ തന്നെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് ഇതിന് ശേഷം നമുക്ക് ഒരു ഡയലോഗ്, ഏതെങ്കിലും സിനിമയിലെ ഡയലോഗോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സോങ് ആണെങ്കിൽ പോലും സോങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള സോങ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. suno.ai കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്തൂടെയൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് AI ജനറേറ്റ് ആയിട്ടുള്ള ഓഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് അവിടെ ഇമ്പോർട്ട് ഓഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഒന്നില്ലെങ്കിൽ നിങ്ങൾ suno.ai പോലത്തെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക. ഇങ്ങനത്തെ 3-4 പ്ലാറ്റ്ഫോം ഉണ്ട്, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഡയലോഗ് നിങ്ങൾ ഇവിടെ കൊടുത്താൽ മതി. ഗൂഗിളിനകത്ത് പോയിട്ട് ഏതെങ്കിലും സിനിമയുടെ ഡയലോഗ് വേണമെങ്കിൽ ആ ഡയലോഗ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡയലോഗ് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ suno.ai-ക്കകത്താണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് സൈനപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ വേറെ പ്രോ കേരള എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് സൗണ്ട്, അതായത് ഇഷ്ടംപോലെ ക്യാരക്ടറിൻ്റെയൊക്കെ സൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ആ ഡയലോഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തൂടെ ഡൗൺലോഡ് ചെയ്യാം. ഇഷ്ടംപോലെ ഉണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരെണ്ണം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും ഇവിടെ വന്ന ശേഷം ഇമ്പോർട്ട് ഓഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ താഴെ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ഓഡിയോ, നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഓഡിയോ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും ഇതിനകത്ത് ജനറേറ്റ് എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ജനറേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം അത് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പോലെ തന്നെ ഡൗൺലോഡായിട്ട് വരുന്നതായിരിക്കും.
അപ്പോൾ ഇത് നമുക്ക് തീർച്ചയായും ഫ്രീ ആണ്. അപ്പോൾ ഇത് പെയ്ഡ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അത്യാവശ്യം ട്രാഫിക് ഒക്കെ വരുമ്പോൾ തീർച്ചയായും അവർ പെയ്ഡ് ആക്കും. ഇപ്പോൾ അവർ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ യൂട്യൂബേഴ്സിന് ഹെൽപ്ഫുൾ ആകുന്ന ഒരുപാട് ടൂൾസുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓഡിയോ, അതായത് നിങ്ങൾക്ക് വേണ്ട ഓഡിയോ ഒരു ഓഡിയോ സോങ് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്ത് തരുകയാണ്. അതുപോലത്തെ 2-3 സൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ പോലും നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ല നമ്മൾ ഒരു എഫോർട്ടും ചെയ്യേണ്ട, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാം. അതുപോലെ വീഡിയോ സബ്ടൈറ്റിൽ ആഡ് ചെയ്ത് വരുന്നതായിരിക്കും, ഓട്ടോമാറ്റിക് സബ്ടൈറ്റിൽ ആഡ് ചെയ്ത് വരുന്നതായിരിക്കും. ഏത് വീഡിയോ ഏത് ലാംഗ്വേജിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് ടൂളുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടുന്ന് തന്നെ സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ആൾക്കാരുടെ സൗണ്ട് വേണമെങ്കിലും ഏത് ഇമേജ് വെച്ച് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്ത് എടുക്കാം. അല്ലെങ്കിൽ ഇപ്പം സോങ് ആയിക്കോട്ടെ എന്താണെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്. ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്.